ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കണ്ണൂരൊരു കല്യാണം കൂടാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മൾ 30-ാം തീയതി ഞായറാഴ്ചയാണ് കല്യാണത്തിന് പോയത്. രാവിലെ തന്നെ നമ്മൾ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി മൊത്തം എല്ലാവരും ഒരുമിച്ച് ബസ്സിലേട്ടാ. എന്നിട്ട് നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെന്ത് ചെയ്തു, യാത്ര സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നുണ്ട്. അതൊരു രസമാണ്. നമ്മൾ ഫാമിലി മൊത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതേ വൈബിലുള്ള ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ പാട്ടും ഡാൻസും പറയണ്ടല്ലോ. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമ്മളൊക്കെ 2 വരിയൊക്കെ പാടി അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് യാത്ര പോവുകയാണേ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറിയും പൊറാട്ടയായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ കണ്ണൂരിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയിലുള്ള ആ ഒരു കുറേ മൊമെൻറ്റ്സ് അടിപൊളി. പിന്നെ നമ്മളൊരു 7:30 ആയപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി എല്ലാവരും കഴിച്ചിട്ട് ഫുഡ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാം നമ്മൾ കവറിലാക്കി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം അതിമനോഹരമാക്കി. പിന്നെ നമ്മളെന്ത് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി എല്ലാവരും ഹാപ്പി ആയിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ലോങ് ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ. പിന്നെ ഈ യാത്രയിൽ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്ക് അതിഗംഭീരമായ ഫുഡാണ് കേട്ടോ. മാഷാ അല്ലാ, കണ്ണൂർക്കാർ ഭയങ്കരമായിട്ട് നമുക്ക് ഫുഡിൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ പിന്നെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും പിക്ചറൊക്കെ എടുത്ത് ഏകദേശം മക്കളൊക്കെ ഒന്ന് കുറച്ച് ടയേർഡായിട്ടുണ്ട്. കാരണം അത്രയും നേരം വണ്ടിയിലൊന്ന് ചാടി കളിച്ചതുകൊണ്ട് ടയേർഡായിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം അവിടെ ഒരു മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡ് വന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഗോതമ്പലീസയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലവർക്കത് ഇഷ്ടമാവും. എനിക്കത് എന്താണെന്ന് അത്ര വലിയ ഇഷ്ടമായില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ. പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഏതാണോ നമുക്ക് വേണ്ടത് അത് കഴിക്കാം. മാഷാ അല്ലാ, നല്ല അടിപൊളി ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് ചെക്കന് വന്നു. പിന്നെ ചെക്കനും പെണ്ണും കൂടെ റൂമിൽ പോയ ശേഷം അവർ മഹറിട്ട് ദെൻ നമുക്കെല്ലാവർക്കും സ്വീറ്റ്സ് തരുമല്ലോ, ഡേറ്റ്സ് അതുപോലെ നട്ട്സ്, അതൊക്കെ കിട്ടിയിട്ടാണ്. നമ്മൾ ഇടയിലൂടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഏതായാലും നല്ലൊരു കണ്ണൂർ കല്യാണം നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കൂടാൻ. ഇതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇത്ര തോന സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഈ കണ്ണൂരിലെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പുതിയണ്ണിൻ്റെ വീട്ടിൽ ആണല്ലോ നിൽക്കൽ. നമ്മളവിടെയൊക്കെ പുതിയണ്ണിനെ അങ്ങോട്ട് കൊണ്ടു, പക്ഷെ ഇവർ ചെക്കന് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ വീടൊക്കെ നല്ല അതിമനോഹരമായിട്ട് അവരുടെ റൂമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും പെണ്ണും ചെക്കനും നല്ല ഒരുപാട് അവരുടെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിച്ചവന് തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മൾ പുതിയണ്ണിനെ അവർ കൊണ്ടുപോവാണ് കേട്ടോ. കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസമാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുമിച്ച് വരില്ല. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ പുതുവണ്ണൊക്കെ യാത്ര ആയിട്ടാണ്. പിന്നെ നമ്മളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ക്രൗഡൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ അവളുടെ ഫാദർ അവർ 2 പേരെയും ഇപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം അവർ യാത്ര ആയിട്ടാണ്. ഈ ഒരു മൊമെൻറ്റ് നമുക്കെല്ലാവർക്കും ഒന്ന് കുറച്ചൊരു സങ്കടം വരുത്തുന്നൊരു നിമിഷങ്ങളാണ്. കാരണം നമുക്കറിയാം ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ നമ്മൾ പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ നമുക്കത് എന്തോ നമ്മളെ ലൈഫിലത് വലിയൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മളവിടെയൊക്കെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം രാത്രിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ അവിടെ നിന്ന് യാത്ര ആയിട്ട് പിന്നെ നമ്മൾ അവരോടെല്ലാവരോടും യാത്ര പറഞ്ഞു തിരിച്ച് നമ്മൾ പോന്നു. അതേ വൈബ് തന്നെ കേട്ടോ. കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ച് വരുമ്പോൾ അതേ വൈബ് തന്നെ. പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മളെ യാത്ര തുടർന്നു. വീണ്ടും നമ്മളെന്താക്കി, നമ്മളെ വീട്ടിലേക്ക് പോയി. മാഷാ അല്ലാ, താങ്ക് യു